all, Assalamu alaikum, welcome to my channel, it's me Saji. ഇന്ന് വടകര പള്ളിവാരം ഒന്ന് പോകുകയാണ്. ഒരു നേർച്ചയുണ്ട് കേട്ടോ, ആ ചോറ് വെച്ച് കൊടുക്കലാണ്. എൻ്റെ മാമാൻ്റെ മോളാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അവളുടെ കുട്ടിക്ക് 1 വയസ്സായി പറഞ്ഞാൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൊരു നേർച്ചയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ടൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും ചേർത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. தண்ணி எப்படி அடிச்சு வரும் தெரியுமா? ஆழத்துக்கு അങ്ങനെ ഞങ്ങൾ പള്ളി എത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ടൊരു ഫസ്റ്റ് വീഡിയോയിൽ വ്ളോഗ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പാലക്കാട്ടിലെ 5 പള്ളി പോണ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ, വീഡിയോ ഉണ്ടായിരുന്നു. അതിലും വടകര പള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ജസ്റ്റ് ഒന്ന് പോകുക, പള്ളിയൊക്കെ ഒന്ന് കാണുക, ജാർത്തി പോകുക, അങ്ങനെയൊക്കെ തന്നെ ആ വീഡിയോയിലുണ്ടാവും കേട്ടോ. ഇതിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇവിടെ ചോറ് വെച്ച് കൊടുക്കണത് എങ്ങനെ എല്ലാം ഈ വീഡിയോയിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ കൂടുതലും ഞായറാഴ്ചകളിലാണ് ഈ നേർച്ച എല്ലാവരും നേർച്ച ചെയ്യുക കേട്ടോ. എന്താ പറഞ്ഞാൽ ചോറ് വെച്ച് കൊടുക്കണത് എല്ലാവർക്കും മുഴുവൻ ദിവസം അപ്പോഴായിരിക്കുമല്ലോ. അപ്പോൾ ഞായറാഴ്ചയിൽ ഇവിടെ ഫുൾ തിരക്കായിരിക്കും. നല്ല അത്യാവശ്യത്തിന് വേണ്ട തിരക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും അവരവർ നേർച്ച ചെയ്ത ചോറ് വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് കുറച്ച് പേരൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് പേര് വെച്ചിട്ടേ ഇരിക്കും. ഇവിടെ അങ്ങനെയാണ്. എന്താ പറയുക, ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ്. ഞങ്ങളുടെ ചോറ് അമ്മായി വെച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഫസ്റ്റ് വന്നവർ വെച്ചിട്ടുണ്ടായില്ലേ, അവർ കൊടുക്കുന്ന ചീർണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്, ചീർണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറ് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ, നേർച്ച ചെയ്തിട്ട്. അപ്പോഴൊക്കെ ഈ വരാന്തയിലാണ് ചോറ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോഴാണ് പുതിയതായിട്ട് അവിടെ ഇതൊക്കെ കിട്ടിയിരിക്കണത്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി റെഡിയാവാൻ പോകണം കേട്ടോ. അതാ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് താളിച്ച് വിട്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ റെഡിയായി. ഇനി മൗലൂദിനൊന്ന് ചോറ് കൊണ്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് ഓതി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിളമ്പുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊന്ന് ജാറത്തിൻ്റെ അവിടേക്ക് പോയിട്ട് യാസീൻ ഓതാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ദുആർക്കലും മൗലൂദും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളീൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഓരോ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അവളുടെ നേർച്ച, വിഷുവിന് വേണ്ടിയിട്ടുള്ള നേർച്ച അവിടെ പൂർത്തിയായിരിക്കണം കേട്ടോ. വലിയൊരു കാര്യം തന്നെയാണത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് നേരെ പോയിട്ട് ആ പുഴയ്ക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കുറച്ച് കുളിക്കണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നതാണ്.
വഴുക്കും വഴുക്കും വഴുക്കും. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണ് വെച്ചാൽ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. അങ്ങനെ ഞങ്ങളുടെ നേർച്ചയും കഴിഞ്ഞു, ബർത്ത്ഡേ ഫംഗ്ഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.